നമ്മുടെ അടുത്ത അയൽവാസിയായ ബംഗ്ലാദേശിൽ നിന്ന് വരുന്ന വാർത്ത. അത് ഇന്ത്യയിൽ അങ്ങനെ ഉണ്ടായിട്ടില്ല, പക്ഷെ അങ്ങനെ ഉണ്ടാകാൻ സാധ്യതയുണ്ടോ എന്ന് ചോദിച്ചാൽ ഉണ്ട് താൻ. ഒരു ഹിന്ദു യുവാവിനെ, അതായത് ഢാക്കയിൽ ഒരു ഹിന്ദു യുവാവിനെ ആൾക്കൂട്ടം തല്ലിക്കൊന്ന് അയാളെ കെട്ടി തൂക്കുന്നു. എന്നിട്ട് ചാൻറ്റ് ചെയ്യുന്ന അള്ളാഹു അക്ബർ, കെട്ടിത്തൂക്കിയിട്ട് മരിച്ചയാളെ തീ വെക്കുന്നു. അത് ബംഗ്ലാദേശിൽ നടക്കുന്നു. ഹിന്ദു ആയതിൻ്റെ പേരിൽ മാത്രം. മറിച്ച് ഛത്തീസ്ഗഡിൽ നമ്മുടെ ഏറ്റവും കൂടുതൽ ട്രൈബൽ താമസിക്കുന്ന ഒരു സ്റ്റേറ്റാണ്. അവിടെ ഉണ്ടായത് കലാപമാണ്. അതായത് ഈ ഛത്തീസ്ഗഡിലെ കാങ്കർ, അതായത് ബസ്തർ ഏരിയ, ഏറ്റവും വലിയ ഏരിയയാണ് ഈ ബസ്തർ എന്ന് പറയുന്നത്. കേരളത്തിൻ്റെ 2 ഇരട്ടി 3 ഇരട്ടി വരും ബസ്തർ റീജിയൻ എന്ന് പറയുന്നത്. അതിൽ കാങ്കർ എന്ന് പറഞ്ഞ ജില്ലയിൽ അംബഗേഡ എന്ന് പറയുന്ന താലൂക്ക്, അതിൻ്റെ ഒരു വില്ലേജിൽ, ശരിക്കും ശ്രദ്ധിക്കണം ഈ സ്റ്റോറി എന്തുവാണ്. അവിടെ ഒരു ആദിവാസി, അയാളുടെ പേര് രജം സലം. അയാൾ ആ വില്ലേജിൻ്റെ, ആ പഞ്ചായത്തിൻ്റെ പ്രസിഡൻ്റാണ്, തെരഞ്ഞെടുക്കപ്പെട്ടയാൾ. അയാൾ ക്രിസ്ത്യൻ ബിലീവറാണ്. അയാളുടെ പിതാവ് ഈ ഡിസംബർ 15 അസുഖബാധിതനായി കിടക്കുകയായിരുന്നു. അയാൾ മരിച്ചുപോയി. അപ്പം ഈ പഞ്ചായത്ത് പ്രസിഡന്റ് എന്ത് പറഞ്ഞു? അയാളുടെ ആ ചെറിയ പള്ളിയിലെ പാസ്റ്ററോട് പറഞ്ഞു, അയാളുടെ പുരയിടത്തിൽ തന്നെ, അയാളുടെ സ്ഥലത്ത് തന്നെ ഈ അയാളുടെ പിതാവിൻ്റെ മൃതദേഹം സംസ്കരിക്കണം. കാരണം അവിടെ വലിയ പ്രശ്നം നടക്കുന്നുണ്ട്. ട്രൈബൽ ബെൽറ്റിനകത്ത് അവിടെ ക്രിസ്ത്യൻസായിട്ട് കൺവേർട്ട് ചെയ്തവർക്ക് ശവസംസ്കാരം നടത്താൻ കൊടുക്കാറില്ല. വലിയ ഇഷ്യൂ അതിൻ്റെ പേരിൽ. ഈ വില്ലേജിനെ പറ്റി, ഈ ജില്ലയെ പറ്റിയാണ് സംഘപരിവാർ RSS പറഞ്ഞത് ഏറ്റവും സക്സസ്ഫുൾ ഘർവാപ്പസി അവിടെയാണ് ഉണ്ടായത്. അന്ന് ഞാൻ പറഞ്ഞു ഇവിടെ വലിയ കലാപവും കലഹവും ഒക്കെ ഉണ്ടായിട്ടുണ്ട്, പക്ഷെ ഘർവാപ്പസി അവിടെ സക്സസ് അല്ലായിരുന്നു.